എടോ പ്രതാപ, മഹാലക്ഷ്മിയും കണ്ണനെയൊക്കെ ഈ ഭൂമിന്ന് പറഞ്ഞു വിടണമെന്ന് എനിക്കും ഉണ്ടോ ആഗ്രഹം. പക്ഷേ അത് പറയാൻ എനിക്കിപ്പോ ഭയവാ. വേറൊന്നും കൊണ്ടല്ല. എന്റെ ജീവിതത്തില് മഹാലക്ഷ്മിയെ പോലെ ദിവ്യശക്തിയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പാൽപായസം കുടിച്ച മഹാലക്ഷ്മി ഇനി ഉണ്ടാവില്ലെന്നല്ലേ താനും തന്റെ അമ്മയും മോളും ഒക്കെ കരുതിയിരുന്നത്. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒന്ന് നടന്നോ? ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എടോ, തനിക്ക് കൈ നിറയെ കാശ് തന്നിട്ട് ഞാൻ പറഞ്ഞു കണ്ണന്റെ അച്ഛനെ അങ്ങ് തീർത്തേക്കാൻ. താനത് വളരെ നിസ്സാരമായിട്ട് ചെയ്തു. അങ്ങനെയുള്ള നമുക്ക് മഹാലക്ഷ്മിയും കണ്ണനെയും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് അവൾ ഒരു സാധാരണ പെണ്ണല്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേ, ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് അത് പറയാനാ വാമേട്ടാ.